ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ PSC പഠിച്ചത് എങ്ങനെയാണ്, കോച്ചിങ്ങിന് പോയിട്ടുണ്ടോ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ഒരു റിപ്ലൈ എന്ന നിലയിലാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ആ കൊറോണയുടെ തൊട്ട് മുന്നത്തെ സമയത്താണ് ഈ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞിരുന്നല്ലോ. ആ സമയത്ത് ഞാൻ ബേസ് അക്കാദമി, കോട്ടയത്തുള്ള ബേസ് അക്കാദമിയിൽ ഒരു 1.5 മാസത്തോളം കോച്ചിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അവിടെ കോച്ചിങ്ങിന് പോയിട്ട് അപ്പോൾ ഒന്നും അറിയാതെയാണ് അവിടെ ചെല്ലുന്നത്. അവിടെ ചെന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഡേ ഒക്കെ എക്സാമൊക്കെ ഇടുമ്പം 14 മാർക്ക് 13 മാർക്ക് ഒന്നും അറിയത്തില്ല, നമ്മൾ പഠിച്ചിട്ടില്ല. അതുപോലെ തന്നെ അവിടെ അവിടെയുള്ള പിള്ളേർ സാർമാർ ചോദിക്കുന്നതിന് റെസ്പോണ്ട് ചെയ്യുന്ന കാണുമ്പം ശരിക്കും ഭയങ്കര ഒരു പേടിയൊക്കെ തോന്നിയിരുന്നു. ഇത്രയും അറിയാവുന്ന ആൾക്കാരുടെ ഇടയിൽ ഞാൻ വന്നിരുന്നിട്ട് എന്ത് ചെയ്യാനാണ് എന്നുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു. എന്തായാലും ഒരു കുറച്ച് ദിവസം പോയി, അത് കഴിഞ്ഞ് കൊറോണ വന്നു. അതോടുകൂടി അവിടെ കോച്ചിങ് നിർത്തേണ്ടതായിട്ട് വന്നു. അതിന് ശേഷം പിന്നെ കുറേ നാളത്തിന് കോച്ചിങ് ഒന്നും പോയിട്ടില്ല. പിന്നെ വീട്ടിൽ ഇരുന്ന് പഠിച്ച് VFAയുടെ എക്സാം ആ ഒരു ടൈമിൽ ജസ്റ്റ് ലാലച്ചൻ അക്കാദമി എന്ന് പറഞ്ഞ് കോട്ടയത്ത് വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അവിടെ ഒരു കുറച്ച് നാൾ അവിടെ പോയിട്ടുണ്ട്. ഒരു 1-2 മാസത്തോളം അവിടെയും പഠിച്ചിട്ടുണ്ട്. അതായത് അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ചെന്നിരുന്ന് പഠിക്കാനുള്ളൊരു അവസരമുണ്ട്. അതായത് നമുക്ക് ഫ്രീ ആയിട്ടുള്ള സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് ഇല്ലാത്ത സമയത്ത് പോലും അവിടെ പോയി ഇരുന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. എൻ്റെ ഒരു സ്റ്റഡി മെത്തേഡിനെ പറ്റിയൊക്കെ പറയാനാണെങ്കിൽ അത്ര സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു പഠിത്തമൊന്നും അല്ലായിരുന്നു. ഒരു ടൈം ടേബിൾ വെച്ച് കൃത്യമായിട്ട് പോർഷൻ തീർത്ത് അങ്ങനെയുള്ള രീതിയിലൊന്നും അല്ലായിരുന്നു. ഒന്നാമത് പിള്ളേരുണ്ട്, അപ്പം ചെറിയ പിള്ളേരാണ്, അവരുടെ കാര്യങ്ങൾ നോക്കണം. പിന്നെ എൻ്റെ മൂത്ത ആൾക്ക് തീരെ 2-2.5 വയസ്സ് വരെ രാവിലെ പകലും രാത്രിയിലും ഒന്നും ഉറങ്ങത്തില്ലായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഉറക്കവും ശരിയാവാതെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ മടിയും ഒരു ഫാക്ടർ തന്നെയായിരുന്നു. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു തരാനൊരു പ്ലാനൊന്നുമില്ല. പക്ഷേ എനിക്ക് മനസ്സിലായിടത്തോളം നമ്മൾ GK എന്ന് പറയുന്നത് ഭയങ്കര വാസ്റ്റാണ്. ആ GK ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്കൊരു പരീക്ഷ ക്രാക്ക് ചെയ്യാമെന്നുള്ളത് ഒരു ശരിയായ ഡിസിഷൻ, അങ്ങനെ പഠിക്കുന്നവരും ഉണ്ടായിരിക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം അതത്ര നല്ല ഡിസിഷനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം അതിന് പ്രയോറിറ്റി കൊടുത്ത് മാക്സിമം അതിൽ സ്കോർ ചെയ്യാൻ നോക്കുക. അതായിരിക്കും എപ്പോഴും ഏറ്റവും ബെറ്റർ. അതെന്ന് വെച്ചാൽ മാത്സിനും ഇംഗ്ലീഷിനും മലയാളത്തിനും ആ ഒരു പർട്ടിക്കുലർ സിലബസ് നമ്മളെ കൊണ്ട് തീർക്കാൻ പറ്റും. തീർത്ത് കഴിഞ്ഞാൽ അതിന് റിവിഷനും ചെയ്തൊക്കെ ഇരുന്നാൽ അതിൽ നിന്ന് തന്നെ അത്യാവശ്യം മാർക്ക് നമ്മൾ പഠിച്ചാൽ നമുക്ക് മാർക്ക് കിട്ടുന്ന ഏരിയാസാണ്. പക്ഷേ GKയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. നമ്മൾ എത്ര പഠിച്ചെന്ന് പറഞ്ഞാലും ചില ക്വസ്റ്റ്യൻസൊക്കെ ഇതൊക്കെ എവിടുന്ന് വരുന്നെന്നുള്ളൊരു സംശയം പോലെ നമുക്ക് തോന്നും. അത് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഭൂരിഭാഗം ആൾക്കാർക്കും കിട്ടത്തില്ല. അതിൻ്റെ പുറകെ പോയി സമയം കളയാതെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മാർക്ക് നമ്മൾ മാക്സിമം സെക്യൂർ ചെയ്യാൻ നോക്കുക. പിന്നെ കറണ്ട് അഫെയറിന് എനിക്ക് പൊതുവേ കറണ്ട് അഫെയർ പഠിക്കുന്നത് തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. അപ്പം ഞാൻ ആ ഒരു സമയത്ത് PSC ചലഞ്ചർ എന്ന് പറഞ്ഞിട്ട് അഖിൽ സാറിൻ്റെ ഒരു കോച്ചിങ് ഉണ്ടായിരുന്നു. അത് 500 രൂപയോ മറ്റോ ഉള്ളായിരുന്നു ഒരു സബ്സ്ക്രിപ്ഷന്. അതെടുത്തിട്ട് കറണ്ട് അഫെയർ ആ ഒരു സമയത്ത് മാത്രം ഒരു കുറച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു, VFA എക്സാമിൻ്റെ ആ ഒരു ടൈമിൽ. അപ്പം അത് അത്യാവശ്യം പ്രയോജനപ്പെട്ടിട്ടുണ്ട്. ഞാൻ കൂടുതലും യൂട്യൂബ് ക്ലാസ്സുകൾ ആശ്രയിച്ചാണ് പഠിച്ചിരുന്നത്. അതായത് ഇപ്പം ഞാൻ രാവിലെ ജോലി ചെയ്യുന്ന വീട്ടിലാണെങ്കിലും എന്തെങ്കിലും അടുക്കളയിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ഹെഡ്സെറ്റ് വെച്ചിട്ട് ക്ലാസ് ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. എനിക്കിങ്ങനെ ഈ ഒരു സ്ഥലത്തിരുന്ന് ഇങ്ങനെ കുത്തിയിരുന്ന് വായിക്കുന്ന കാര്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. ഭയങ്കര മടിയുള്ള ഒരാളാണ്. അങ്ങനെ വായിക്കാൻ തുടങ്ങി അപ്പം എനിക്ക് ഉറക്കം വരും. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ ഞാൻ എൻ്റെ ജോലികളൊക്കെ ചെയ്യുന്ന സമയത്ത് ഹെഡ്സെറ്റ് വെച്ച് ഇങ്ങനെ ക്ലാസ് കേട്ടോണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു ക്ലാസ് തന്നെ നമ്മൾ പല പ്രാവശ്യം റിപ്പീറ്റ് വരുമ്പം അതിൻ്റെ കുറേ കണ്ടൻറ്റൊക്കെ മുഴുവനായിട്ടും കിട്ടിയില്ലെങ്കിലും ജോലിക്കിടയിൽ നമ്മളിങ്ങനെ കേൾക്കുമ്പം ഫുള്ളായിട്ട് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാ പോയിൻറ്റ്സും ഒന്നും കിട്ടിയില്ലെങ്കിലും ഒരുവിധം റിപ്പീറ്റ് ചെയ്യുമ്പം പിന്നെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് പോയിൻറ്റ്സൊക്കെ കിട്ടും. ഞാൻ പഠിത്തം സ്റ്റാർട്ട് ചെയ്ത സമയത്ത്, അതായത് നമ്മുടെ ഈ പാറ്റേൺ ഒക്കെ ചേഞ്ച് ചെയ്യുന്നതിന് മുന്നേ ഞാൻ പഠിത്തം സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ ജസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം നോക്കി പോയിട്ട് ആ സമയത്തൊരു VEOയുടെ എക്സാം നടന്നിരുന്നു. അത് കട്ട് ഓഫിന് തൊട്ടടുത്ത് വന്നിട്ട് എനിക്ക്, അതായത് ഞാൻ വലിയ പ്രിപ്പറേഷൻസ് ഒന്നും നടത്താതെ തന്നെ PYQs മാത്രം ചെയ്തിട്ട് തന്നെ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റി. അങ്ങനെയാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ PSCയിലേക്ക് ഇറങ്ങാനൊരു കോൺഫിഡൻസ് തന്നെ വന്നത്. എന്തോ ഭാഗ്യത്തിന് ആ കറക്റ്റ് സമയത്താണ് PSCയുടെ പാറ്റേൺ ചേഞ്ച് ആയതും. പിന്നെ നമ്മൾ ആ പഠിച്ച രീതിയൊന്നും പറ്റത്തില്ലല്ലോ. അങ്ങനെ പുതിയ രീതിയുമായിട്ടൊന്ന് സെറ്റായി വരാൻ കുറച്ച് നാൾ പിടിച്ചു. പിന്നെ എല്ലാവർക്കും അത് ബുദ്ധിമുട്ടായിരുന്നല്ലോ.
ആ സമയം തൊട്ട് തന്നെ വരുന്ന എല്ലാ പ്രിലിമിനറി എക്സാമും പാസ്സാവും. 10th എഴുതിയാലും +2 എഴുതിയാലും ഡിഗ്രി എഴുതിയാലും എല്ലാത്തിനും പ്രിലിംസ് പാസ്സാവും. പക്ഷെ മെയിൻ എക്സാം വരുമ്പം ആ മെയിൻ എക്സാം ഡേറ്റിന് അടുപ്പിച്ചിട്ടുള്ള സമയം നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരും. ഒന്നേ ഹോസ്പിറ്റൽ കേസ്, അല്ലെങ്കിൽ പഠിക്കാൻ പറ്റാത്തതായിട്ടുള്ള എന്തെങ്കിലും കാരണങ്ങൾ വരും. അതുമാത്രമല്ല ഈ പറഞ്ഞ പോലെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ടുള്ളൊരു പഠനമില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടും ഉണ്ട് കേട്ടോ. ഇപ്പോൾ PSCയിലേക്ക് ഇറങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ എന്നോട് പഠന രീതി ചോദിച്ചവരോടാണേലും എനിക്ക് പറയാനുള്ളത് ഈ കാര്യം തന്നെയാണ്. ഈ മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. GK തീരെ നോക്കാതിരുന്നിട്ടും കാര്യമില്ല. GK നോക്കുന്നത്, അതായത് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അത് നോക്കുക. എന്നിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള GK പഠിക്കുക. അതാണ് കുറച്ചും കൂടെ ബെറ്റർ വേ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം നീതി ആയോഗ് എന്ന് പറയുന്നൊരു ടോപ്പിക്കാണെങ്കിൽ ഈ കഴിഞ്ഞിടെ നടന്ന ഒരുവിധം എല്ലാ എക്സാമുകളിലും വന്നിട്ടുണ്ട്. 10th ലെവലിലും +2 ലെവലിലും ഡിഗ്രി ലെവലിലും എല്ലാം ചോദിച്ചിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ ആ ഒരു നീതി ആയോഗ് നോക്കാതെ എക്സാമിന് പോകുന്നവർക്ക് ഉറപ്പായിട്ടും ഒരു മാർക്ക് നഷ്ടമാവും. അങ്ങനെ ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കി ആ ഏരിയാസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ബാക്കിയുള്ള ഏരിയാസ് സമയമുണ്ടെങ്കിൽ നോക്കുക. അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ വേ. ഒരു കോച്ചിങ് എടുക്കണോ എന്നുള്ളത് എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ നമുക്കൊരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഒരു കോച്ചിങ് എപ്പോഴും നല്ലതാണ്. നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ, എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, എവിടെ നിന്ന് തുടങ്ങണം, ഇങ്ങനത്തെ പല പല കൺഫ്യൂഷൻസ് ഉള്ളത് കൊണ്ട് ആ ഒരു സ്റ്റേജിൽ ഒരു കോച്ചിങ് എടുക്കുകയാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് നമുക്ക് പ്രയോജനപ്പെടും. അവർ കറക്റ്റായിട്ട് നമ്മളെ ആ ഒരു വേയിലേക്ക് എത്തിക്കും. അതിന് ശേഷം സെൽഫ് സ്റ്റഡി ആണെങ്കിലും മതി എന്നാണ് എൻ്റെ അഭിപ്രായം. നമുക്ക് കുറേ സോഴ്സ് അവൈലബിൾ ആണ്. ഒരു പണ്ടത്തെ രീതികളൊന്നുമല്ല. നമുക്ക് യൂട്യൂബിലാണെങ്കിൽ ഇഷ്ടം പോലെ, ഇപ്പോൾ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്ത് തന്നെ ഒരുപാട് ക്ലാസ്സസ് അവൈലബിൾ ആണ്. അങ്ങനെ ഇൻഫർമേഷൻ ഒരുപാടുണ്ട്. നമ്മൾ അതിൽ നിന്ന് ഏറ്റവും ബെറ്റർ നമുക്ക് നല്ലതെന്ന് തോന്നുന്ന ഒരെണ്ണം ചൂസ് ചെയ്യാന്നുള്ളതാണ്. സെൽഫ് സ്റ്റഡി ചെയ്യുമ്പോൾ ഉള്ളൊരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് മടുക്കും. നമുക്ക് പലതരത്തിലുള്ള ചിന്തകൾ വരും. ഒരു കമ്പൈൻ സ്റ്റഡിക്ക് പറ്റിയ ഒരു നല്ല ആളെ കിട്ടുവാണെങ്കിൽ അത് നന്നായിട്ട് നമുക്ക് പ്രയോജനപ്പെടും. നമ്മുടെ അതേ സെയിം വേവ് ലെങ്തിലുള്ള ഒരാൾ. ഇപ്പോൾ എനിക്ക് അങ്ങനെ ബെറ്റർ ഒരാളെ, അതായത് ഗ്രീഷ്മ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവളെ കിട്ടിയതുകൊണ്ടാണ് എനിക്ക് എൻ്റെ സ്റ്റഡി കുറച്ചും കൂടി ഒരു ബെറ്ററായിട്ട് പോയത്. അപ്പം അങ്ങനെ നമുക്ക് പറ്റുന്ന ഒരാൾ, ഇപ്പം നമുക്കൊരുപാട് കാര്യങ്ങൾ അറിയാം, കൂടെയുള്ള ഒരാൾക്ക് ഒന്നും അറിയത്തില്ലെങ്കിൽ നമ്മുടെ പഠിത്തം അഡ്ജസ്റ്റ് ആയി പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അല്ല നേരെ തിരിച്ച് നമുക്കൊന്നും അറിയത്തില്ല, നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം, അപ്പോഴും അവർക്കും ഒരു ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ഒരു സെയിം ലെവലിൽ നിൽക്കുന്ന ഒരാളെ നമുക്ക് കിട്ടുവാണെങ്കിൽ നമ്മുടെ പഠിത്തം കുറച്ചും കൂടെ സിമ്പിളാവും. ഈ പറഞ്ഞതൊക്കെ എൻ്റെ മാത്രം അഭിപ്രായങ്ങളാണ് കേട്ടോ. അതായത് ഞാൻ പഠിച്ചൊരു മെത്തേഡ് വേറൊരാൾക്ക് സ്യൂട്ടബിൾ ആവണമെന്ന് ഒരു നിർബന്ധവുമില്ല. ചിലപ്പം വേറൊരാൾക്ക് വേറൊരു രീതിയായിരിക്കും ബെറ്റർ. ഇപ്പോൾ ഒരു ടോപ്പിക്ക് തന്നെ എനിക്ക് പഠിക്കാനെടുക്കുന്ന സമയവും വേറൊരാൾക്ക് പഠിക്കാനെടുക്കുന്ന സമയവും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഞാൻ ചിലപ്പം 2 മണിക്കൂർ കൊണ്ട് പഠിക്കുന്ന ഒരു കാര്യം വേറൊരാൾക്ക് ചിലപ്പം 10-15 മിനിറ്റ് മതിയായിരിക്കും. അപ്പോൾ അത് ഓരോരുത്തരുടെ കപ്പാസിറ്റിയെ ബേസ് ചെയ്തിരിക്കും. അപ്പോൾ അവനവൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമ്മൾ പഠന രീതി തിരഞ്ഞെടുക്കുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ കുറച്ചേറെ വർഷമായിട്ട് പഠിച്ചിട്ടും കിട്ടാതിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന പാറ്റേൺ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കുക. ചിലപ്പം വേറൊരു രീതിയായിരിക്കും നിങ്ങൾക്ക് ബെറ്ററായിട്ട് വരാൻ പോകുന്നത്. പ്രീവിയസ് ഇയർ റാങ്ക് ഫയൽ മാത്രം നോക്കി പഠിക്കുന്ന കുറേ ആളുകളെ എനിക്കറിയാം. അതുകൊണ്ട് ഇനിയുള്ള കാലത്ത് വലിയ പ്രയോജനം ഉണ്ടാവും തോന്നുന്നില്ല. ഒരു റെഫറൻസിന് അങ്ങനെ ഒരു പുസ്തകം നല്ലതാണ്. എങ്കിൽ പോലും നമ്മൾ വേറെ സോഴ്സിൽ നിന്ന് വേറെ വിവരങ്ങൾ കണ്ടുപിടിക്കുകയും അത് നോക്കുകയും ഒക്കെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. എന്തായാലും പഠിച്ചാൽ കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. എല്ലാവരും ശ്രമിക്കുക. ഓൾ ദി ബെസ്റ്റ്.